ലിവിംഗ് ടുഗദറിലായിരുന്ന ഒരു പെൺകുട്ടിക്ക് മകനെ വിവാഹം ചെയ്തു കൊടുക്കുമോ? സീനത്തിനെതിരെ മുംതാസ്. ലിവിംഗ് ടുഗദർ തിരഞ്ഞെടുക്കാൻ യുവാക്കളും യുവതികളും തയ്യാറാകണമെന്ന സീനത്ത് അമന്റെ അഭിപ്രായത്തെ വിമർശിച്ച് ബോളിവുഡ് താരം മുംതാസ്. സോഷ്യൽ മീഡിയയിലൂടെ സീനത്ത് അമൻ പ്രചരിപ്പിക്കുന്ന കാര്യങ്ങൾ ശ്രദ്ധിക്കണമെന്നും യുവാക്കൾക്കിടയിൽ സ്വീകാര്യത ലഭിക്കാനാണ് സീനത്ത് ഇത്തരം കാര്യങ്ങളെക്കുറിച്ച് സംസാരിക്കുന്നതെന്നും മുംതാസ് പറയുന്നു. ഒരു ഓൺലൈൻ മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിൽ സംസാരിക്കുകയായിരുന്നു മുംതാസ്. പെൺകുട്ടികൾ ലിവിൻ സംസ്കാരം സ്വീകരിച്ചാൽ വിവാഹം ഒരു സ്ഥാപനം എന്ന നിലയിൽ കാലഹരണപ്പെടും. സത്യസന്ധമായി എന്നോട് പറയൂ, ലിവിൻ റിലേഷൻഷിപ്പിലായിരുന്നെന്ന്. നിങ്ങൾക്കറിയാവുന്ന ഒരു പെൺകുട്ടിക്ക് നിങ്ങളുടെ മകനെ വിവാഹം ചെയ്തു കൊടുക്കുമോ? മഹ്സാർ ഖാനെ വിവാഹം കഴിക്കുന്നതിന് മുൻപ് വർഷങ്ങളോളം സീനത്തിനെ അറിയാമായിരുന്നു. അവരുടെ വിവാഹ ജീവിതം നരകം പോലെയായിരുന്നു. മുംതാസ് പറയുന്നത് 1985 ഒക്ടോബറിലാണ് നടൻ മസ്ഹർ ഖാനെ സീനത്ത് വിവാഹം ചെയ്യുന്നത്. ഒരു വർഷത്തിനു ശേഷം അവർക്ക് ആദ്യ കുഞ്ഞു പിറന്നു. എന്നാൽ ആ വിവാഹം ഒരു വലിയ തെറ്റായിരുന്നുവെന്നും വിവാഹത്തിന്റെ ആദ്യ വർഷത്തിൽ തന്നെ താൻ അത് തിരിച്ചറിഞ്ഞുവെന്നും സീനത്ത് അഭിമുഖത്തിൽ വ്യക്തമാക്കിയിരുന്നു. അതേസമയം ബിസിനസ്സുകാരനായ മയൂർ മധ്വാനിയെയാണ് മുംതാസ് വിവാഹം ചെയ്തത്. ഇരുവരും 40 വർഷത്തോളമായി ഒരുമിച്ചാണ് ജീവിക്കുന്നത്. താൻ ഉപദേശിക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് സീനത്ത് ശ്രദ്ധിക്കണം. സോഷ്യൽ മീഡിയ വഴിയുള്ള ജനപ്രീതിയിലേക്ക് അവർ വേഗത്തിലാണ് എത്തിച്ചേർന്നത്. ഒരു കൂൾ ആന്റി എന്ന് വിളിക്കപ്പെടുമ്പോഴുള്ള അവരുടെ ആവേശം എനിക്ക് മനസ്സിലാക്കാൻ പറ്റും. എന്നാൽ ധാർമ്മിക മൂല്യങ്ങൾക്ക് വിരുദ്ധമായ ഉപദേശം നൽകുന്നത് ഫോളോവേഴ്സിന്റെ എണ്ണം കൂട്ടാനുള്ള മാർഗമല്ല, മുംതാസ് കൂട്ടിച്ചേർക്കുന്നു. റിലേഷൻഷിപ്പിലുള്ള വ്യക്തികൾ വിവാഹത്തിന് മുൻപ് ഒന്നിച്ചു ജീവിക്കണമെന്നും പ്രണയിക്കുന്ന സമയത്ത് യഥാർത്ഥ സ്വഭാവം മനസ്സിലാക്കാൻ പറ്റില്ലെന്നുമാണ് സീനത്ത് അമൻ ഇൻസ്റ്റഗ്രാമിൽ കുറിച്ചത്. തന്റെ മക്കളായ സഹാനും അസാനും ഇതേ ഉപദേശമാണ് നൽകിയതെന്നും സീനത്ത് അമൻ പറയുന്നുണ്ട്. യുക്തിപരമായ രീതിയിലാണിതെന്നും ഒരു ബന്ധം നിശ്ചയിച്ചുറപ്പിക്കാനുള്ള ആത്യന്തിക പരീക്ഷണമാണിതെന്നും സീനത്ത് പോസ്റ്റിൽ പറയുന്നുണ്ട്. രണ്ട് വ്യക്തികൾ ഒരുമിക്കുന്നതിൽ കുടുംബവും സർക്കാരും ഉൾപ്പെടുന്നതിന് മുൻപ് അവർ ആത്യന്തികമായി പരീക്ഷിക്കുകയാണ് വേണ്ടത്. പ്രണയിക്കുന്ന സമയത്ത് മിക്കവരും അവരുടെ നല്ല സ്വഭാവം മാത്രമാണ് പ്രകടമാക്കുക എന്നും സീനത്ത് പറയുന്നു. എന്നാൽ ലിവിംഗ് ടുഗദറിലൂടെ മുഴുവൻ സമയവും ഒരുമിച്ചാകുമ്പോഴാണ് ഒന്നിച്ചൊരു ജീവിതം സാധ്യമാകുമോ എന്ന് തിരിച്ചറിയാനാകും. ദിവസത്തിൽ ഏതാനും മണിക്കൂറുകൾ മാത്രം കാണുമ്പോൾ നല്ല സ്വഭാവം മാത്രം പുറത്തെടുക്കാൻ എളുപ്പമാണ്. പക്ഷേ ഏതവസ്ഥയിലും പരസ്പരം ചേർന്നു നിൽക്കാൻ കഴിയണം. രണ്ടു വ്യക്തികൾക്കിടയിൽ തീർച്ചയായും ഉണ്ടായേക്കാവുന്ന ഒട്ടനവധി ചെറിയ വഴക്കുകളെയൊക്കെ അതിജീവിച്ച് മുന്നോട്ടു പോകാനാകുമോ എന്ന് തിരിച്ചറിയണം. ചുരുക്കി പറഞ്ഞാൽ നിങ്ങൾ തമ്മിൽ ശരിക്കും പൊരുത്തമുണ്ടോ എന്ന് നിശ്ചയിക്കാൻ ലിവിംഗ് ടുഗദറിലൂടെ കഴിയുമെന്നും സീനത്ത് അമൻ പറയുന്നു.